പരമ്പരയും സ്മരിച്ചുകൊണ്ട് മണ്ഡലത്തിൽ അദ്വൈത പ്രകടനത്തിൽ അഞ്ചാമത്തെ കാര്യയുടെ ഭാഷ്യമാണ്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് സാഖ്യശാസ്ത്രത്തെക്കുറിച്ചാണ്. സാഖ്യശാസ്ത്രത്തിൽ പുരുഷ ബഹുത്വം അവർ സ്വീകരിച്ചിരിക്കുന്നു. അതിനിവിടെ അദ്വൈതത്തിൽ അതിനെ നിഷേധിക്കുന്നു. ആത്മേകത്വം, അതാണ് അദ്വൈത സിദ്ധാന്തം. അതുപോലെ നാനാത്വത്തെ സ്വീകരിക്കുന്ന മറ്റൊന്നാണ് വൈശേഷികാദയ. വൈശേഷികന്മാർ നൈയായികന്മാരല്ല. വേത്വാഹുർ വൈശേഷികാദയ ഇച്ഛാദി ആത്മസമവായനയിലി തദപ്യസത്. വൈശേഷികൻ മാരെന്ന് പറയുന്നത് കണാദ ഋഷിയുടെ അനുയായികൾ, ഗൗതമന്റെ അനുയായികൾ നൈയായികന്മാര്. ഇവരെ രണ്ടുപേരും പൊതുവെ താർക്കികന്മാരെന്ന് പറയും. താർക്കികന്മാരെന്ന് പേര് വരാൻ കാരണം നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് പോലെ തർക്കിക്കുന്നതുകൊണ്ടല്ല, പദാർത്ഥങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് താർക്കികന്മാരെന്ന് പേര് വന്നത്. വേത്വഹർ വൈശേഷികാദയ, വൈശേഷിക നൈയായികന്മാര്. പിന്നെ രണ്ടിനെയും കൂടി ഒന്നായിട്ട് കണക്കാക്കിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ രണ്ടാചാര്യന്മാരുടെയും തത്വചിന്തയിൽ കാതലായ വ്യത്യാസങ്ങളൊന്നുമില്ല. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ. വൈശേഷികന്മാര് പ്രപഞ്ചത്തെ 7 വിഭജിക്കുന്നു, ആത്മാവ് ഉൾപ്പെടെ. നൈയായികന്മാര് 16. ആ വ്യത്യാസമേ ഉള്ളൂ. അവർ നിരൂപണം ചെയ്യുന്ന പദാർത്ഥങ്ങളെല്ലാം ഒന്ന് തന്നെ, ഒരുപോലെ തന്നെ. അവർ പറയുന്ന ഒരു സവിശേഷത എന്താണ്? ഇച്ഛാദേഹ ആത്മസമവായന ഹൈതി. ഒരു പ്രത്യക്ഷമായ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ്. ജ്ഞാനം, ഇച്ഛ, സുഖം, ദുഃഖം, ദ്വേഷം, പ്രയത്നം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആത്മാവിലിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് സാഖ്യന്മാര് അങ്ങനെ പറയുന്നില്ല. സാഖ്യന്മാര് പറയുന്നത് ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്, അതിൽ ജ്ഞാനവും ഇച്ഛയും ഒന്നുമില്ല. മറ്റു ജ്ഞാനവും ഇച്ഛയും എല്ലാം അതെല്ലാം പ്രകൃതിയുടേതാണ്. പുരുഷൻ നിർഗുണനാണ്. ഇവിടെ വൈശേഷികന്മാർ പറയുന്നതല്ല, നമ്മുടെ അനുഭവം എന്താണോ, ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ ദേഷിക്കുന്നു, ഇങ്ങനെയെല്ലാം അനുഭവം ഉള്ളതുകൊണ്ട് എന്നിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ആ ഞാൻ തന്നെയാണ് ആത്മാവ്. എന്നിലിരിക്കുന്നു. അതെങ്ങനെ ഇരിക്കുന്നു? ആത്മസമവായിന, ആത്മാവിൽ നിന്നും വേർതിരിക്കാൻ വയ്യാത്ത രീതി. അത് നശിക്കുന്നത് വരെ അതിൽ നിന്ന് വേർതിരിയുന്നില്ല. ജ്ഞാനവും ഇച്ഛയും പ്രയത്നവുമെല്ലാം നശിക്കുന്നത് വരെ വേറെ പിരിയാതിരിക്കുന്നു, ആത്മാവിനോട് വേർപിരിയാതെ ഇരിക്കുന്നു. അങ്ങനെ അവർ പറയുന്നു. ഒരു വസ്തു മറ്റൊന്നിൽ നശിക്കുന്നതുവരെ വേറെ പിരിയാതിരിക്കുന്നതിന് അവർ പറയും സമവായത്തിയിരിക്കുന്നു എന്ന് പറയും. ചേർച്ച എന്നർത്ഥം. വേറെ പിരിക്കാൻ കഴിയാത്ത ചേർച്ച. അവർ പറയുന്നു അഗ്നിയിൽ ഉഷ്ണം ഉണ്ട്. അത് അഗ്നിയിൽ സമവായത്തിലിരിക്കുന്നു, സമവായ സംബന്ധത്തിലിരിക്കുന്നു. അഗ്നിയും ഉഷ്ണവും തമ്മിലൊരു ബന്ധമുണ്ട്. അഗ്നി എന്ന് പറയുന്നത് ദ്രവ്യമാണ്, ഉഷ്ണം എന്ന് പറയുന്നത് ഗുണമാണ്, ഉഷ്ണസ്പർശം. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം സമവായം എന്ന് പറഞ്ഞാൽ അത് ആ ഉഷ്ണം നശിക്കുന്നത് വരെ അഗ്നിയിൽ നിന്ന് അതിന് വേർപിരിയാൻ പറ്റത്തില്ല. ദ്രവ്യങ്ങളിലെല്ലാം ഗുണങ്ങൾ ഇതുപോലെ ഇരിക്കുന്നു. ആ ഗുണങ്ങളെല്ലാം നശിക്കാം, പക്ഷെ നശിക്കുന്നത് വരെ അത് വേർപിരിയില്ല. അതുകൊണ്ട് സമവായ സംബന്ധത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. അവർ
രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം അതിനാണ് സംബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംബന്ധങ്ങൾ നിരവധിയാണ്. സംയോഗം, സമവായം, കാലികം, ദേശികം, ഇങ്ങനെ വളരെ സംബന്ധങ്ങൾ അവർ സ്വീകരിക്കുന്നു. ആ സംബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദാർത്ഥങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അതിൽ വളരെ മുഖ്യമായ ഒന്നാണ് ഈ സമവായം. ആത്മാവിൽ ഇരിക്കുന്ന ഗുണങ്ങൾ, ആത്മാവ് സഗുണമാണ്, ആ ഗുണങ്ങളെല്ലാം ആത്മാവിനോട് സമവായത്തിയിരിക്കുന്നു. ഈ ഒരാശയത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്വൈതത്തിൽ ആത്മാവ് നിർഗുണം എന്ന് പറയുന്നത്. ന്യായവൈശേഷികന്മാരുടെ ഈ ചിന്തയെ നിഷേധിക്കാം. തദപ്യസത്, അതും ശരിയല്ല. സ്മൃതിഹേതൂനാം സംസ്കാരാണാം അപ്രദേശവതി ആത്മനി അസമവായ. ഇവിടെ വൈശേഷികന്മാരും മറ്റും പറയുന്നത് ആത്മാവ് ഒരു ദ്രവ്യമായിട്ടാണ്. ദ്രവ്യം എന്ന് പറയുമ്പോഴും നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലല്ല, മലയാളത്തിലുള്ളതിന്റെ അർത്ഥമല്ല, ഒരു സാങ്കേതിക ശബ്ദമാണ്. അവരുടെ നിർവചനമനുസരിച്ച് വരുന്ന ഒരർത്ഥമാണ് അതിനുള്ളത്. നമ്മൾ സാധാരണ ധരിക്കുന്ന ദ്രവ്യമല്ല. ഗുണവും ക്രിയയും ഇരിക്കുന്നത് ദ്രവ്യം. ഗുണവും ക്രിയയും, ഗുണമോ ക്രിയയോ ഒന്നിനുണ്ടെങ്കിൽ അതിന് ദ്രവ്യമെന്ന് പറയും. ഗുണവും ക്രിയയും അതും അവരുടെ നിർവചനം അനുസരിച്ചിട്ടാണ്. ഇതിനൊന്നും സാധാരണ ഭാഷയിൽ പറയുന്ന അർത്ഥങ്ങളല്ല. ആ രീതിയിൽ ആത്മാവും ഒരു ദ്രവ്യമാണ്. അതുപോലെ പഞ്ചഭൂതങ്ങൾ ദ്രവ്യങ്ങളാണ്. ജ്ഞാനം ദ്രവ്യമല്ല, ഗുണമാണ്. ഇച്ഛ ഗുണമാണ്. ഈ തരത്തിൽ അവരുടെ സ്വന്തം നിർവചനങ്ങളിലൂടെ ഇതിനെ വേർതിരിക്കുന്നതാണ്. അണുക്കൾ ദ്രവ്യങ്ങളാണ്. ദ്രവ്യങ്ങളല്ലാത്ത പദാർത്ഥങ്ങളുമുണ്ട്. പൊതുവെ എല്ലാത്തിനും പദാർത്ഥങ്ങളെന്ന് പറയും. അണു ഒരു പദാർത്ഥമാണ്, ദ്രവ്യമാണ്. അതുകൊണ്ടാണ് വൈശേഷികം വിശേഷത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നത്. അണുവിനുള്ള വിശേഷം. അണുവിനുള്ള വിശേഷം എന്താണ് അവർ പറയുന്നത്? ഒരു അണുവിനെ വേറൊരണുവിൽ നിന്നും വേർതിരിക്കുന്ന ഒരു വിശേഷത, അതാണ് വിശേഷം എന്ന് പറയുന്നത്. അണുവിൽ നിന്നാണ് തുടക്കം അവരുടെ തത്വചിന്തയുടെ. ഒരു വൈശേഷികവും ഒരു ഭൗതികശാസ്ത്രം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയും ഭൗതികശാസ്ത്രത്തിന്റെ അടിത്തറയാണെന്ന്. പക്ഷെ ഭൗതികശാസ്ത്രമല്ല, കേവലം തത്വചിന്തയാണ്. അവിടെയും വസ്തുനിഷ്ഠമായ പഠനമല്ല. ഭൗതികശാസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ വസ്തുനിഷ്ഠമായൊരു പഠനം വേണം. ഇവിടെ അതില്ല. ഇവിടെ തത്വചിന്തയാണ്. എന്തിന്റെയും തത്വം എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് ചിന്തിച്ചു കണ്ടുപിടിക്കുക. ആ ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അത് തത്വചിന്തയാണ്. അണുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഭൗതികശാസ്ത്രത്തിൽ ഇന്ന് പറയുന്ന ആറ്റവും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇവിടെ അണുവെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ എന്നുള്ള ഏറ്റവും ചെറിയ സൂക്ഷ്മമായ ഒരു വസ്തു ഏതായാലും ശരി, അതിന്റെ ആറിലൊരു ഭാഗമാണ് ഇവരുടെ അണുവെന്ന് പറയുന്നത്. അതിനെ ആറായിട്ട് ഭാഗിച്ചാൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആറ്റവും അതുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. അതിൽ പിറകിലോട്ട് ചിന്തിച്ചാൽ ഏതുവരെ പോകും? അണുവിനെ കുറിച്ച് ചിന്തിച്ചാലോ, വീണ്ടും അതിനെ ഭാഗിച്ചാൽ അതിനെ 8-1 16 അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു അവസാനമില്ല. എവിടെയെങ്കിലും ഇതിനൊരു തുടക്കം വേണമല്ലോ പ്രപഞ്ച ഉത്പത്തിക്ക്. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? ഈ കാണുന്ന ഏറ്റവും ചെറിയ പൊടിയെ, കണ്ടുകൊണ്ട് കാണാവുന്ന ഏറ്റവും ചെറിയ പൊടിയെ 6-1 ഭാഗിച്ച് അതിന്റെ ആ സൂക്ഷ്മമായ അംശങ്ങളെ ഈശ്വരൻ കൂട്ടിച്ചേർത്താണ്
ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. എന്നുവെച്ചാൽ ഈ ഭൂമി, ജലം, അഗ്നി, വായു ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയാണ്. അത് നിത്യമാണ് എന്നാണ്. എന്നിട്ട് അതിനെ പിന്നീട് വിഭജിക്കാൻ ഒക്കത്തില്ല. ഒരു സൂക്ഷ്മമായ കണത്തെ ആറിൽ, കണമെന്ന് പറയുന്നത് കാണുന്നതാണ്, അതിനെ ആറിലൊന്നായി വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിഭജിക്കാൻ ഒക്കത്തില്ല. അവിടെ അതിനെ നിരവയവമായി കൽപ്പിക്കണം. അതൊക്കെ കൽപ്പനയാണ്, തത്വചിന്തയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന. അല്ലാതെ അതിൽ മറ്റു വാസ്തവികതയൊന്നുമില്ല. എന്നാലും ചില ആൾക്കാർ പറയും, എന്താണ് ഇത് ഇവിടുന്ന് സായിപ്പന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയാണ് ആറ്റം കണ്ടുപിടിച്ചതെന്നൊക്കെ പറയും. അത് പരമാബദ്ധമാണ്. അവർ കണ്ടുപിടിച്ച അവരുടെ സ്വന്തമാണ്. ഇതുമായിട്ടൊന്നും അതിന് യാതൊരു കടപ്പാടുമില്ല. ഇതിൽ നിന്ന് ആറ്റമൊന്നും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. വെറും ഒരു ഭാവന മാത്രമേ ഉള്ളൂ. അത് തത്വചിന്തയ്ക്ക് വേണ്ടി അങ്ങനെ കൽപ്പിക്കുകയാണ് അവർ. അതിനൊരവധി കൽപ്പിക്കുന്നു. അവിടെ നിന്നാണ് സൃഷ്ടി ആരംഭിച്ചതെന്നാണ്. അതുപോലെയുള്ള രണ്ടംശങ്ങളെ കൂട്ടിച്ചേർത്ത് ഗണികമുണ്ടാക്കി, അതിൽ 3 ചേർത്ത് ത്രിണകമുണ്ടാക്കി, പിന്നെ ചതുരണകം. ആ രീതിയിൽ ഈ ഭൂമി, ആകാശം ഒഴികെയുള്ളവയെ അങ്ങനെ സൃഷ്ടിച്ചു എന്നാണ്. ആകാശം നിത്യമാണ്, അതിന് അവയവങ്ങളില്ല, നശിക്കുന്നതല്ല. ബാക്കിയുള്ളതെല്ലാം നശിക്കും, അവയവങ്ങളുള്ളത്. നശിച്ചാലും പരമാണുക്കൾ നശിക്കത്തില്ല എന്നാണ്. ഭൗതികമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ബാലിശമായ ചിന്തകളാണ്. നമ്മളീ കാണുന്ന വസ്തുവിന്റെ 6-1 വിഭജിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ നാശം വരത്തില്ല എന്ന് പറഞ്ഞാൽ അത് വിഭജിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാലും ചിരിക്കും. അതാണ് വൈശേഷികന്മാരുടെ ആണോ? പക്ഷെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം അത് മതി. കാരണം എവിടെ നിന്നെങ്കിലും ഇതൊന്ന് തുടങ്ങണം. അവർ പറയുന്ന വീണ്ടും ഇതിനെ വിഭജിച്ച് വിഭജിച്ച് പോയാൽ ഇത് എവിടെ നിന്നാണ് ഇതിനൊരു തുടക്കം കിട്ടുന്നത്? സൃഷ്ടിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞാണ് അവർ അണുവിൽ തുടങ്ങുന്നത്. അണുവെന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ വസ്തുവിന്റെ അർത്ഥമുണ്ട്. ഏത് സൂക്ഷ്മമെന്നുള്ളതല്ല, ചെറുതിന് അണുവെന്നും വലുതിന് മഹത്വെന്നും പറയും. മഹത്വം എന്ന് പറയുന്നതിന്റെ വിപരീത പദമാണ് സംസ്കൃതത്തിൽ. അല്ല, അണുവിന് ആറ്റം എന്നുള്ള അർത്ഥമൊന്നുമില്ല, ഇന്ന് പറയുന്ന ആ അർത്ഥമൊന്നുമില്ല. പിന്നെ പൊങ്ങച്ചം പറയാൻ വേണ്ടി നമ്മൾ പറയും ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ് എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കഴമ്പൊന്നുമില്ല. പക്ഷെ തത്വചിന്ത എന്നുള്ള നിലയ്ക്ക് അവരും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആത്മാവിനാണ്. മുഖ്യമായി ന്യായവൈശേഷികത്തിലും സംഗീതത്തിലുമെല്ലാം ഈ ആത്മാവ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതാണ് അവരുടെ അന്വേഷണം. അല്ല ഭൗതിക പഠനങ്ങളല്ല. ഇപ്പോ ശരീരം, ബാഹ്യമായി കാണുന്ന ഈ പദാർത്ഥങ്ങൾ, ഇതിൽ നിന്നെല്ലാം ആത്മാവിനെ വേർതിരിച്ചെടുക്കണം. അവര് പറയുന്ന ഇതര ഭേദജ്ഞാനം, മോക്ഷം ആണ് അവരുടെ മുഖ്യമായ ലക്ഷ്യം. സാഖ്യന്മാര്, നൈയായികന്മാര്, വൈശേഷികന്മാരെല്ലാവരും പറയുന്നത് എന്താണ്? ജ്ഞാനം കൊണ്ടേ മോക്ഷമാണ്. എല്ലാവർക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജ്ഞാനമല്ലാതെ മോക്ഷത്തിന് വേറെ വഴിയൊന്നുമില്ല. ആ ജ്ഞാനം എങ്ങനെയുള്ള ജ്ഞാനം? ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഈ പദാർത്ഥങ്ങളിൽ നിന്നെല്ലാം വേർതിരിച്ച് ആത്മാവിനെ അറിയണം. ആത്മാവാണ് ഓരോ ജീവന്റെയും വാസ്തവ സ്വരൂപം. അതെല്ലാം അവർ യോജിക്കുന്നുണ്ട്. വേർതിരിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി അവർ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ, അത് ഇന്നത്തെ ശാസ്ത്രവുമായിട്ടൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ പ്രാകൃതമാണ്. അത് കേവലം തത്വചിന്തയ്ക്ക് മാത്രമേ ഒതുകത്തുള്ളൂ. കാരണം അവരും അത്രേ ഉദ്ദേശിച്ചു. ന്യായത്തിന്റെ ആചാര്യന്മാരെന്ന് പറയുന്നത് എന്താണോ? നിങ്ങളുടെ ഈ തർക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ഈശ്വരചിന്ത എന്നവർ വ്യക്തമായി പറയും. ഒരു മനനം, അതാണ് തർക്കമെന്ന് പറയുന്നത്. അല്ലാതെ
ഈ ഭൗതികമായ വസ്തുക്കളെക്കുറിച്ച് പഠിക്കുകയോ അതിന്റെ ഗുണദോഷങ്ങളെ വിശകലനം ചെയ്യുകയോ അതൊന്നുമല്ല. ഭൗതികമായ അവരുടെ പഠനമെന്ന് പറയുന്നത് വസ്തുക്കളെക്കുറിച്ച്, പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ അതിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് അവർ ആസ്തികന്മാരെന്ന് പറയുന്നത്. അവർ വേദത്തെയും ഈശ്വരനെയും എല്ലാം അംഗീകരിക്കുന്നു. ന്യായവൈശേഷികന്മാർ ജഗത്ത് ഈശ്വരന്റെ സൃഷ്ടിയാണെന്ന് അവർ അംഗീകരിക്കുന്നു. ആത്മാവിന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാവും, മോക്ഷം ഉണ്ടാവും, അതവർ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന് ഈ ശാസ്ത്രങ്ങളോടെല്ലാം വളരെ കടപ്പാടുണ്ട്. ശങ്കരാചാര്യരും തന്റെ ഈ സിദ്ധാന്തത്തെ രൂപപ്പെടുത്തിയത് ഈ ദർശനങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. ഇതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിനെ നിഷേധിക്കുന്നത് ചില അംശങ്ങളിൽ മാത്രമാണെന്ന് ഇവരും പറയുന്നു. ആത്മാവ് പലതാണ്, അത് ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. ജ്ഞാനം കൊണ്ട് മോക്ഷമാണ്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഈ പ്രപഞ്ചം സത്യമാണ്, അതിനെ അംഗീകരിക്കുന്നില്ല. ഒരു ഭേദത്തെ അംഗീകരിക്കുന്നു. ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, ജീവൻ വേറെ, അത് അംഗീകരിക്കുന്നു. ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. ആത്മാവിന്റെ സ്വരൂപം എന്താണ്? അത് ജ്ഞാനമാണെന്ന് അവർ പറയുന്നില്ല, സച്ചിദാനന്ദമാണെന്ന് അവർ പറയുന്നില്ല. അവരുടെ പരിഭാഷ അനുസരിച്ച്, അവരുടെ നിർവചനമനുസരിച്ച് അവരതിന് ദ്രവ്യമെന്നാണ് വിളിക്കുന്നത്. ദ്രവ്യം എന്ന് പറയുമ്പോൾ ഈ കല്ലോ മണ്ണോ പോലെയല്ല, അതൊരു സാങ്കേതിക ശബ്ദമാണ്. അങ്ങനെ ഒരു ദ്രവ്യമായിട്ട് അതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇതിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നാണ് മുഖ്യമായ പല സിദ്ധാന്തങ്ങളും ആചാര്യസ്വാമികൾ സ്വീകരിച്ചിട്ട് അദ്വൈതത്തെ സ്ഥാപിച്ചത്. എന്നാൽ ഇവിടെ നിഷേധിക്കുന്നതാണ് ആത്മാവ് നിർഗുണമാണ് എന്ന് സമർത്ഥിക്കണം. അതവർക്ക് സമ്മതമായ കാര്യമില്ല. അവർ പറയുന്ന അനുഭവം എങ്ങനെയാണ്? ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു എന്നാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ തന്നെ ആത്മാവ്. അതുകൊണ്ട് ഈ സുഖദുഃഖങ്ങളെല്ലാം ആത്മാവിലാണ്, ആത്മാവിന്റെ ഗുണങ്ങളാണ്, അതല്ല എന്ന് പറഞ്ഞിവിടെ അതിനെ നിഷേധിക്കുകയാണ്. അപ്പോൾ തത്വചിന്ത എന്നുള്ള നിലയ്ക്ക് ഈ ന്യായവൈശേഷിക ദർശനങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ഇനി ഭൗതികമായ പഠനം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇതെല്ലാം വെറും ബാലിശമാണ്. ഇന്നത്തെ നിലയ്ക്ക് നോക്കും, ഇന്ന് ശാസ്ത്രം വളർന്ന രീതിയുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഭൗതികമായി പഠിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. കാരണം ഭൗതികമായ പഠനമെന്ന് പറയുമ്പോൾ വസ്തുക്കളെ വസ്തുനിഷ്ഠമായി പഠിക്കുക, പിന്നെ അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ പ്രയോജനത്തെ ഉപയോഗപ്പെടുത്തുക, അതിന്റെ വഴികൾ, അതൊക്കെയാണ് ഭൗതിക പഠനത്തിന്റെ പ്രത്യേകത. ഇതതിനു വേണ്ടിയുള്ളത്, ഇത് മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണ്. ആത്മനിഷ്ഠമായ പഠനമെന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ച്, മനസ്സിനെ കുറിച്ച്, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ ദർശനങ്ങളെല്ലാം തന്നെ തത്വചിന്തകളാണ്, ഭൗതിക ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഇത് ഇന്നത്തെ സയൻസിന് നിരക്കുന്നതാണോ അല്ലയോ, അല്ലെങ്കിൽ ഇതാണോ ഇന്നത്തെ സയൻസ് പറയുന്നത്, ഇതാണ് എന്നെല്ലാം സമർത്ഥിക്കുന്നതിനൊന്നും ഒരർത്ഥമില്ല. തത്വചിന്തയുടെ വിഷയം വേറെ, ഭൗതികശാസ്ത്രത്തിന്റെ വിഷയം വേറെ, രണ്ടും രണ്ടാണ്. രണ്ടു തരത്തിലാണ് അതിന്റെ പഠന രീതി. ഇവിടെ ഇപ്പോൾ ആചാര്യസ്വാമികൾ ഇതിലെ പല കാര്യങ്ങളെയും നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ തർക്കശാസ്ത്രത്തിൽ തന്നെ രണ്ട് ഉണ്ട്, ഒന്ന് പ്രാചീനം, ഒന്ന് നവ്യം. ഇവിടെ ആചാര്യസ്വാമികൾ നിഷേധിക്കുന്ന പ്രാചീന തർക്കശാസ്ത്രത്തെയാണ്. നവ്യന്യായം എന്ന് പറയും. അതിലേക്ക് വന്നപ്പോൾ അത് ഏകദേശം അദ്വൈതം പോലെ തന്നെയായി. നവ്യന്യായത്തിന്റെ സിദ്ധാന്തം അദ്വൈതമായിട്ട് വ്യത്യാസമൊന്നുമില്ല, അദ്വൈതം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അതിന് പരിണാമം സംഭവിച്ചു. എങ്ങനെയാണോ സാഖ്യം
പരിണമിച്ച വേദാന്തമായിരുന്നു. ഗീതയിൽ സാഖ്യം എന്ന് പറഞ്ഞപ്പോൾ അതിന് ആചാര്യസ്വാമിയുടെ അർത്ഥം പറഞ്ഞത് അദ്വൈതമെന്നാണ്. സാഖ്യത്തിന് ഒരുപാട് മാറ്റം, പ്രാചീനവും ദർശനങ്ങളുടെ പരിണാമവും അതിനെ വിളിക്കുന്നു. ദർശനങ്ങൾ പല പല ആചാര്യന്മാരിലൂടെ കടന്നു വരുമ്പോൾ അതിന് പരിണാമങ്ങൾ സംഭവിക്കും. ഇതെല്ലാം ഒരു തരത്തിൽ അദ്വൈതത്തിലേക്ക് വന്നു. സാഖ്യവും ക്രമേണ പരിണമിച്ച അദ്വൈതമായി. ന്യായവൈശേഷികങ്ങളും അദ്വൈതത്തിലെത്തിച്ചേർന്നു. അതുപോലെയുള്ള പരിണാമം അദ്വൈതത്തിന് സംഭവിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ കാലത്തുണ്ടായിരുന്ന അദ്വൈതത്തിന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചാണ് ഇന്ന് പല അദ്വൈത ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ഈ ദർശനങ്ങളൊക്കെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. ഇവിടെ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് കാരണം അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ ഒരു തത്വചിന്തയായി അവതരിപ്പിക്കുമ്പോൾ അത് വിദ്വാൻമാരുടെ സദസ്സിൽ കൊണ്ടുപോയി അവതരിപ്പിക്കണം. അവരെ ബോധ്യപ്പെടുത്തണം. ഇതിന് പ്രമാണമുണ്ട്, ഇത് യുക്തിക്ക് നിരക്കുന്നതാണ്, അനുഭവത്തിനും യോജിക്കുന്നതാണെന്നുള്ളത് അവിടെ സമർത്ഥിക്കണം. അതിനുവേണ്ടി വിദ്വത്സഭകളിലേക്ക് കൊണ്ടുപോയി ചർച്ച ചെയ്യുന്ന ആ സന്ദർഭങ്ങളിലാണ് ഈ ചർച്ചകളെല്ലാം വരുന്നത്. ഗുരു പറയുന്നു, അതുകൊണ്ട് ശിഷ്യൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഗുരു പറഞ്ഞു, അതുകൊണ്ട് അത് ശിഷ്യനങ്ങ് സ്വീകരിച്ചു പോവുക, അങ്ങനെയില്ല. ഗുരു പറയുന്നതാണെങ്കിലും ശരി, അത് പ്രമാണത്തിനും യുക്തിക്കും അനുഭവത്തിനും നിരന്നാലേ ശിഷ്യ സ്വീകരിക്കത്തുള്ളൂ. അതായിരുന്നു പഴയ രീതി. അതുകൊണ്ട് ആചാര്യസ്വാമി പറഞ്ഞു, അതുകൊണ്ട് മറ്റുള്ളവർ അംഗീകരിക്കുക, അങ്ങനെയില്ല. ആചാര്യസ്വാമി വലിയ ആളാണ്, അറിവുള്ള ആളാണ്, സർവജ്ഞനാണ്, അതുകൊണ്ട് പറഞ്ഞതെല്ലാം ശരിയാണ്, അങ്ങനെ ആരും ധരിക്കത്തില്ല. അത് പണ്ഡിതന്മാരുടെ സദസ്സിൽ കൊണ്ടുപോയി അവിടെ ചർച്ച ചെയ്യണം. എന്നിട്ട് അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കി, അല്ലെങ്കിൽ താൻ പറയുന്നത് പൂർണ്ണമായി ശരിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിനാണ് വാദകഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചർച്ച, അങ്ങനെയുള്ള ഒരു വാദകഥ എന്നുള്ള നിലയ്ക്കാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാലേ അദ്വൈത സിദ്ധാന്തം വിദ്വത്സമ്മതമായി വരത്തുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തെ ഇവിടെ ചർച്ച ചെയ്തു. സ്മൃതിഹേതുവിനാം സംസ്കാരാണാം അപ്രദേശവത്തി ആത്മനി അസമവായ. വാസ്തവത്തിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി ധരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ന്യായ വൈശേഷിക ദർശനങ്ങളായിട്ട് തന്നെ ഇത് അധ്യയനം ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത് പറയുന്നത് അത്തരം ശാസ്ത്ര സംസ്കാരമുള്ളവരുടെ അടുത്താണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നവരുടെ അടുത്താണ് നിങ്ങളുടെ ധാരണ ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്നത്. അത്തരമൊരു സംസ്കാരം ഇല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഇത്തരം ചർച്ചകൾ വലിയ പ്രയോജനം ചെയ്യത്തില്ല. എന്നാൽ ഇതിനൊരു പ്രയോജനത്തിന്റെ വശമുണ്ട്. എന്താണ്? ആത്മാവിനെ സൂക്ഷ്മമായി ഗ്രഹിക്കുക, ആത്മതത്വത്തെ. ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ച ഘടകങ്ങളിൽ നിന്നും വേർതിരിച്ചതിനെ ധരിക്കുക. ആ ഒരു രീതിയിൽ ഇതിന് പ്രയോജനമുണ്ട്. ഇതിന്റെ ഒരു സംസ്കാരമുള്ളവർ ആത്മാവിലാണ് ജ്ഞാനം, സ്മൃതി എന്നുള്ളതിനെ നിഷേധിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നു. അത് ശരിയാകത്തില്ല. കാരണം ആത്മാവ് അംശങ്ങൾ, അവയവങ്ങൾ ഉള്ളതാണോ അല്ലയോ? കാരണം അവർ പറയുന്നത് നിരവയവമാണ്. അതിന് ദേശമില്ല, പ്രദേശമില്ല. പ്രദേശം എന്ന് പറയുമ്പോൾ ഒരു ഭാഗമില്ല. നിരവയവം എന്ന് പറഞ്ഞാൽ അതാണ്. ഭാഗങ്ങൾ, അംശങ്ങൾ, ദേശങ്ങളൊന്നും ഇല്ലാത്തതാണ്. അവിടെ ഇതൊന്നും നിലനിൽക്കത്തില്ല. ജ്ഞാനവും സ്മൃതിയും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവം. ജ്ഞാനത്തെ രണ്ടായി തിരിക്കുന്നവര്, അനുഭവവും സ്മൃതിയും.
അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടാകുന്നു. എങ്ങനെ? അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു. ഭാവന എന്നാണ് അവരതിനെ വിളിക്കുന്നത്. എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഭാവന എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടാകുന്നു. നമ്മൾ സാധാരണ പറയുന്ന ഭാവനയല്ല, സംസ്കാരത്തിന്റെ പേരാണ്. അനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ഭാവന എന്ന് പറയുന്ന സംസ്കാരം കൊണ്ട് പിന്നീട് സ്മൃതി ഉണ്ടാകും. അതുകൊണ്ടാണ് അനുഭവ സമയത്ത് സ്മൃതി ഉണ്ടാകാത്തത്. അനുഭവവും സ്മൃതിയും ഒരേ സമയം ഉണ്ടാകത്തില്ല. ഒരു വസ്തുവിനെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന സമയത്ത് ആ വസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാവും. അടുത്ത നിമിഷം ജ്ഞാനത്തെ ക്ഷണികമെന്നാണ് പറയുന്നത്. അത് ഉണ്ടായി ഒരു നിമിഷം നിലനിന്ന് അടുത്ത നിമിഷം അത് നശിച്ചു പോകും. നശിച്ചു കഴിഞ്ഞാൽ അത് ഭാവന എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ ആത്മാവിൽ അവശേഷിപ്പിക്കും. ഈ സംസ്കാരം ഹേതുവായിട്ട് വീണ്ടും സ്മൃതി ഉണ്ടാകും. ഇതാണ് അവരുടെ സിദ്ധാന്തം. ഇത് ഏകദേശം അദ്വൈതികളും മറ്റുള്ളവരൊക്കെ സ്വീകരിക്കുന്നതാണ്. അതിൽ വ്യത്യാസം ഒന്നേ ഉള്ളൂ. നൈയായികന്മാർ പറയുന്നത് അനുഭവം ഉണ്ടാകുന്ന ആത്മാവിൽ, അനുഭവത്തിന്റെ സംസ്കാരം ഉണ്ടാകുന്ന ആത്മാവിൽ, അതിൽ നിന്ന് സ്മൃതി ഉണ്ടാകുന്നതും ആത്മാവിലാണ്. അദ്വൈതികൾ പറയുന്നത് അനുഭവം ഉണ്ടാകുന്ന അന്ധഃകരണത്തിൽ, ആത്മാവിൽ ഒരു അനുഭവം ഉണ്ടാകത്തില്ല, അത് നിർഗുണമാണ്. സംസ്കാരം ഉണ്ടാകുന്ന അന്ധഃകരണത്തിൽ, സ്മൃതി ഉണ്ടാകുന്നതും അന്ധഃകരണത്തിലാണ്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ആത്മാവിൽ സ്മൃതിയും ജ്ഞാനവും ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നു. ആത്മാവിനൊരു ദേശം പ്രദേശമില്ല, അതുകൊണ്ട് അവിടെ സംസ്കാരം ഉണ്ടാകത്തില്ല. അവരുടെ തത്വമനുസരിച്ച് തന്നെ അത് നിരവയവമാണ്, അംശങ്ങളോ സ്ഥാനങ്ങളോ ഇല്ലാത്തതാണ്. അതുകൊണ്ടവിടെ അനുഭവവും സ്മൃതിയൊന്നും അവിടെ ഉണ്ടാകത്തില്ല. അദ്വൈതത്തിൽ ആത്മാവ് അനുഭവ സ്വരൂപമാണ്. ആത്മാവിൽ അനുഭവമില്ല, ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് അതിൽ ജ്ഞാനമില്ല. വൈശേഷികന്മാർ പറയുന്ന പോലെ സമവായ സംബന്ധത്തിൽ അതിനോട് വേർപിരിയാത്ത രീതിയിൽ ജ്ഞാനം അവിടെ ഇരിക്കത്തില്ല. കാരണം സ്മൃതി ഹേതുവിന സംസ്കാരമാണ്. സ്മൃതിക്ക് കാരണമായിരിക്കുന്ന സംസ്കാരങ്ങൾ അപ്രദേശവതി ആത്മനി അസമവായ. ആത്മാവിൽ അതിന് ചേർന്നിരിക്കാൻ കഴിയില്ല. കാരണം ആത്മാവിന് അങ്ങനെ ഒരു ദേശമില്ല. ആത്മമന സംയോഗാച്ച സ്മൃതി ഉത്പത്തേഹി സ്മൃതി നിയമ അനുപത്തി. വേറെയും ദോഷങ്ങളുണ്ട്. ആത്മാവിലാണ് ജ്ഞാനവും ഇച്ഛയൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദോഷം എന്താണ്? ആത്മാവിലാണ് ജ്ഞാനമെങ്കിൽ ആത്മാവും നിത്യമാണ്. ജ്ഞാനവും നിത്യമായിരിക്കണം. സദാ ജ്ഞാനം ഉണ്ടായിരിക്കും. സദാ ജ്ഞാനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അതിനവർ പറയുന്നത് എന്താണോ? ആത്മാവ് മഹത്താണ്, സർവവ്യാപിയാണ്. അതവരംഗീകരിക്കുന്നു. ഓരോ ആത്മാവും സർവവ്യാപികളാണ്. എന്തുകൊണ്ട് സദാസമയം ആത്മാവിൽ ജ്ഞാനം ഉണ്ടാകുന്നില്ല? ജ്ഞാനം ഉണ്ടാകാത്ത സമയമുണ്ടല്ലോ. ഉറക്കത്തിൽ ജ്ഞാനമില്ല, ഓരോ ജ്ഞാനവും മാറി മാറി വരുന്നു. അതിനവർ പറയുന്നത് ആത്മാവും മനസ്സുമായി ബന്ധം ഉണ്ടാകുമ്പോഴേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ആത്മാവിൽ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. മനസ്സെന്താണ്? അണുവാണ്, പരമാണുവാണ്. അപ്പൊ പരമാണുവായിരിക്കുന്ന ആ മനസ്സ് ആത്മാവുമായി സംയോഗം ഉണ്ടാകുമ്പോൾ ഒരു ബന്ധം ഉണ്ടാകും. ആത്മാവിൽ ജ്ഞാനം ഉണ്ടാകുന്നതാണ്. അതിനെവിടെ നിഷേധിക്കുന്നു. ആത്മാവിലാണ് സംസ്കാരം, ആത്മാവിലാണ് സ്മൃതി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിലെപ്പോഴും സംസ്കാരമുണ്ട്. ഏത് സമയം ഇവിടെ സ്മൃതി ഉണ്ടാകാം. അനുഭവ സമയത്തും സ്മൃതി ഉണ്ടാകാം. അവർ സ്മൃതിക്കൊരു നിയമം പറയുന്നു. ആത്മാവിൽ സംസ്കാരം ഇരിക്കുന്നുണ്ടെങ്കിലും ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആത്മാവും മനസ്സും തമ്മിലുള്ള സംയോഗം പറഞ്ഞു, അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടായി നശിക്കുന്നതാണ്. അദ്വൈതത്തിൽ ജ്ഞാനം നിത്യമാണ്, ഇവിടെ ജ്ഞാനം ക്ഷണികമാണ്. അതൊക്കെയാണ് വ്യത്യാസം. അതുകൊണ്ട് അവരെ നിഷേധിക്കുന്നു. ആത്മമന സംയോഗസ്യ സ്മൃതി ഉത്പത്തേഹി. ആത്മമന സംയോഗം കൊണ്ടാണ് സ്മൃതി ഉണ്ടാകുന്നത്. സ്മൃതി നിയമ അനുപത്തി. നിങ്ങൾ ആത്മാവിൽ ആണ് ജ്ഞാനം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്മൃതി നിയമം,
സ്മൃതി നിയമം എന്താണ്? അനുഭവ സമയത്ത് സ്മൃതിയില്ല, അനുഭവത്തിന് ശേഷമേ സ്മൃതിയുള്ളൂ. ഈ നിയമം ഇതാണ് നമ്മുടെ അനുഭവം. ആദ്യം പ്രത്യക്ഷമായി അനുഭവിക്കുന്നു, പിന്നീട് സ്മരിക്കുന്നു. പറയുന്നതനുസരിച്ചാണെങ്കിൽ എപ്പോഴും സംസ്കാരം അവിടെയുണ്ട്. അനുഭവത്തിന് കാരണമായ മനസ്സംയോഗം ഉണ്ടാകുമ്പോൾ അവിടെ സ്മൃതിയും ഉണ്ടാകും എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നു. യുഗപദ്വാ സർവസ്മൃതി ഉത്പത്തി പ്രസംഗം. വേറെ ദോഷവും വരും. സംസ്കാരം എപ്പോഴും ആത്മാവിനുണ്ട്. ആത്മമനസ്സംയോഗം സംഭവിക്കുമ്പോൾ സർവസ്മൃതികളും ഒരേ സമയം ഉണ്ടാകണം. അതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെല്ലാം കരുതിയാൽ അതെല്ലാം അനുഭവത്തിന് വിരുദ്ധമാകും. അതുകൊണ്ട് ആത്മാവിൽ ആണ് ജ്ഞാനം, സ്മരണ എന്നൊന്നും പറയുന്നത് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. എന്നുവെച്ചാൽ ഭിന്നജാതീയാനാം സ്പർശാദിഹീനാനാം ആത്മനാ മന ആദിവി സംബന്ധോ യുക്ത. പിന്നെ ആത്മമനസംയോഗം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ആത്മാവ്, മനസ്സ് ഇതെല്ലാം ഭിന്നജാതിയിൽപ്പെട്ടതാണ്. ഓരോ വ്യക്തികൾക്കും ഉള്ളിലും ജാതിയിരിക്കുന്നു എന്നാണ് അവരുടെ മറ്റൊരു സിദ്ധാന്തം. ഏത് വ്യക്തി എടുത്താലും അതിലൊരു ജാതി കാണും. അത് ദ്രവ്യത്തിലുണ്ട്, ഗുണങ്ങളിലുണ്ട്, കർമ്മത്തിലുണ്ട്, എല്ലാത്തിനും ജാതിയുണ്ട്. ആത്മാവ് അതിലുമുണ്ട് ജാതി, ആത്മത്വജാതി എന്ന് പറയും. അതിന്റെ ഒരു സവിശേഷത മനസ്സിലുമുണ്ട്. ആത്മാ, മനസ്സ് എന്നെല്ലാം ആ ജാതി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ധർമ്മം. ആത്മാവും മനസ്സിതെല്ലാം ഭിന്ന ധർമ്മങ്ങളോട് കൂടിയതാണ്. അതിന് നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പരസ്പര സംബന്ധം ഉണ്ടാകത്തില്ല. ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്നും ജ്ഞാനം തുടങ്ങിയവ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഭിന്നജാതീയാനാം സ്പർശാദിഹീനാനാം ആത്മനാം. ആത്മാവിൽ സ്പർശം പോലെയുള്ള രൂപ, രസ, ഗന്ധ, സ്പർശം ഇതൊന്നുമില്ല, ഗുണങ്ങളില്ല. എന്നാൽ നിർഗുണമല്ല, അതിൽ മഹത്വം, ദീർഘം തുടങ്ങിയ വേറെ ഗുണങ്ങളുണ്ട്. ഗുണങ്ങളെ നൈയായികന്മാര് സാമാന്യ ഗുണങ്ങളെന്നും വിശേഷ ഗുണങ്ങളെന്നും എല്ലാം തിരിക്കുന്നുണ്ട്. അതിൽ സാമാന്യ ഗുണങ്ങൾ ഇരിപ്പുണ്ട്. എന്നാൽ ജ്ഞാനം ഒരു ഗുണമാണ്, അതവിടെയുണ്ട്. ജ്ഞാനം, ഇച്ഛ, ദ്വേഷം തുടങ്ങിയ ഗുണങ്ങളുണ്ട്. ചില വിശേഷ ഗുണങ്ങളുണ്ട്, ചില സാമാന്യ ഗുണങ്ങളുണ്ട്. പക്ഷെ സ്പർശം തുടങ്ങിയ ഗുണങ്ങളില്ല. ഭിന്നമായ പരസ്പര വിരുദ്ധമായ ഗുണങ്ങളുള്ള വസ്തുക്കൾ തമ്മിൽ ബന്ധം വരുന്നില്ല. അതിന് ഉദാഹരണം പറയുന്നു, വിന്ധ്യനും ഹിമവാനും തമ്മിൽ അകന്നാണല്ലോ ഇരിക്കുന്നത്. അതിലെങ്ങനെയാണ് പരസ്പര ബന്ധം വരുന്നത്? ഹിമവാനെന്ന് പറയുന്നത് ശീതഗുണമുള്ളതാണ്, വിന്ധ്യനെന്ന് പറയുന്നത് ഉഷ്ണഗുണമുള്ളതാണ്. അത് പരസ്പരം ചേരുന്നില്ല, ദൂരെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മന ആത്മസംയോഗം എന്ന് പറയുന്നത് ശരിയല്ല. ഇതെല്ലാം പരസ്പര ഗുണങ്ങളോട് കൂടിയതാണ്. ഇത് പരസ്പരം ചേരുന്നില്ല. എന്നുവെച്ചാൽ ദ്രവ്യാരൂപാദയോ ഗുണാഹ കർമ്മ സാമാന്യ വിശേഷസമവായവ ഭിന്നാഹ സന്ധി പരേഷാം. അദ്വൈതിയുടെ മതമനുസരിച്ച് എന്താണ്? നൈയായികന്മാർ പറയുന്നത് ആത്മാവ് ദ്രവ്യമെന്നാണ്. നവദ്രവ്യങ്ങളെ അവർ പറയുന്നു. ആകാശവും ഭൂമിയും ജലവും വായുവും അഗ്നിയും ആത്മാവും മനസ്സും എല്ലാം ദ്രവ്യങ്ങളാണ് അവർ. കാലവും ദിക്കും എല്ലാം ദ്രവ്യങ്ങളാണ് അവർ. ദ്രവ്യങ്ങളെന്ന് പറയുമ്പോൾ ഗുണങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന പദാർത്ഥങ്ങളെന്നേ അതിനർത്ഥമുള്ളൂ. ദ്രവ്യങ്ങളിൽ ഗുണങ്ങളുമുണ്ട്, ഓരോ വിശേഷതകളുണ്ട്. ആകാശത്തിൽ ശബ്ദം ഗുണമായിരിക്കുന്നു, വായുവിന് സ്പർശം ഗുണമായിരിക്കുന്നു, അഗ്നിക്ക് ഉഷ്ണ ഗുണമായിരിക്കുന്നു, ജലത്തിന് രസം ഗുണമായിരിക്കുന്നു, പൃഥ്വിക്ക് ഗന്ധം ഗുണമായിരിക്കുന്നു. അങ്ങനെ ഗുണങ്ങളുണ്ട്. ഗുണവും ഗുണിയും വേറെ വേറെയാണ്. ദ്രവ്യത്തിൽ ഗുണങ്ങൾ വരുന്നു, പോകുന്നു, നശിക്കുന്നു. ആകാശത്തിൽ ശബ്ദം വരുന്നു, പോകുന്നു. ആത്മാവിൽ ജ്ഞാനം ഗുണമാണ് എന്ന് വെച്ചാൽ ആത്മാവിൽ ജ്ഞാനം വരുന്നു, പോകുന്നു. ഇച്ഛ ഉണ്ടാകുന്നു, നശിക്കുന്നു. അതുപോലെ ക്രിയ ഉണ്ടാകുന്നു, നശിക്കുന്നു. കൃതി
അതൊരു ഗുണമാണ്. അതുണ്ടാകുന്നു, നശിക്കുന്നു. ദ്രവ്യങ്ങളിൽ ക്രിയ ഉണ്ടാകുന്നു, നശിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആത്മാവിലുണ്ടാകുന്ന ജ്ഞാനവും മറ്റും ഉണ്ടായി നശിക്കുമ്പോഴും ആത്മാവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം വേറെ വേറെയാണ്. ദ്രവ്യം വേറെ, ഗുണം വേറെ. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെയും ദ്രവ്യം, രൂപം ഇതിനെല്ലാം അംഗീകരിക്കുന്നു. അംഗീകരിച്ചേ പറ്റും. ബാഹ്യമായി കാണുന്ന പൃഥിവി, ആകാശം തുടങ്ങിയ പദാർത്ഥങ്ങളെ കാണുന്നു. അതിൽ ഗുണങ്ങളെയും കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ദ്രവ്യവും ഗുണവും വേർതിരിക്കാൻ വയ്യാത്തതാണ്. ഗുണങ്ങളെല്ലാം ദ്രവ്യത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്വൈതി പറയുന്നത്. എല്ലാം ആത്മാവിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭേദമില്ല, ആത്യന്തികമായ ഭേദമില്ല എന്നുള്ളതാണ്. ദ്രവ്യത്തിൽ ക്രിയയിരിക്കുന്നു, ചലനം. ആ ചലനം ദ്രവ്യത്തിൽ നിന്ന് വേറെയല്ല, അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഗുണവും ഗുണിയും തമ്മിൽ താതാത്മ്യത്തിലാണെന്നാണ് അദ്വൈതി പറയുന്നത്. സർവവും ബ്രഹ്മത്തിൽ കൽപ്പിതമാണ്. അതുകൊണ്ട് സർവവും ബ്രഹ്മത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ദ്രവ്യവും ഗുണവും കർമ്മവും എല്ലാം ഈ ന്യായ വൈശേഷികന്മാർ പറയുന്ന രീതിയിൽ സ്വീകരിച്ചാലും അദ്വൈതത്തിൽ ദോഷമില്ല. എല്ലാത്തിനെയും താതാത്മ്യമായി സ്വീകരിക്കുന്നു. ഏത് പദാർത്ഥങ്ങളെയും സ്വീകരിക്കാം, പക്ഷെ താതാത്മ്യമായി സ്വീകരിക്കുന്നു. ഭേദം ഒരു തരത്തിലും അംഗീകരിക്കാതിരിക്കുന്നതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. അനുഭവത്തിൽ ഭേദം തോന്നുന്നുണ്ടെങ്കിലും, ഞാൻ നീ എന്നുള്ള ഭേദം തോന്നുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അതില്ല. അനുഭവപ്പെടുന്ന ഭേദം കൽപ്പിതമാണ്, ആരോപിതമാണ്. ഇതാണ് അദ്വൈതം. മറ്റുള്ളവർ പറയുന്നത് എന്താണ്? ഭേദം സത്യമാണ്. ദ്രവ്യം വേറെ, ഗുണം വേറെ. ആത്മാവ് വേറെ, ജ്ഞാനം വേറെ. ഇത് പറയുന്നു ആത്മാവിൽ ജ്ഞാനമുണ്ട്. എങ്ങനെ? താതാത്മ്യത്തിൽ. എന്ന് പറയുമ്പോൾ ആത്മാവിൽ നിന്ന് വേർതിരിച്ചൊരു ജ്ഞാനമില്ല. അതാണ് പറയുന്നത് ദ്രവ്യാദ്രുപാദയോ ഗുണാഹ കർമ്മസാമാന്യ വിശേഷ സമവായാവ ഭിന്നാഹ എന്ന സന്ധി. അതൊന്നും വേറെയല്ല. പരേഷാം എന്നുവെച്ചാൽ അദ്വൈതികൾക്ക് ആണ് തമ്മിലുള്ള വ്യത്യാസം. ദ്വൈത ശാസ്ത്രങ്ങളിൽ, ദ്വൈത തത്വചിന്തകളിലെല്ലാം ഭേദത്തെ അംഗീകരിക്കുന്നു. അദ്വൈതത്തിൽ ഭേദത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നു. അദ്വൈതത്തിലും ഭേദത്തിന്റെ അനുഭവത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് കൽപ്പിതമാണ്, ആരോപിതമാണ്, പരമാർത്ഥമല്ല. ദ്വൈതചിന്തകളിൽ ഭേദം അനുഭവപ്പെടുന്നുണ്ട്, അത് പരമാർത്ഥമാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യദി ഹി അത്യന്ത ഭിന്ന ഏവ ദ്രവ്യസ്യ ഇച്ഛാദേഹ ആത്മന തഥാ ച സതി ദ്രവ്യേണ തേഷാം സംബന്ധാനുഭൂതി. അവരുടെ തന്നെ യുക്തികളനുസരിച്ച് അവരുടെ സിദ്ധാന്തത്തെ, അവരുടെ തത്വചിന്തയെ എന്ന് പറയും, അതിനെ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? ദ്രവ്യങ്ങളിൽ നിന്ന് ഗുണങ്ങൾ വേറെയാണ്, ആത്മാവിൽ നിന്ന് ഇച്ഛാദികൾ വേറെയാണ്. പരസ്പരം ഭിന്നങ്ങളാണെങ്കിൽ പരസ്പരം ഭിന്നമായിരിക്കുന്നതിന് പരസ്പരം ബന്ധം ഉണ്ടാകത്തില്ലെന്നാണ്. അതിനാണ് ഉദാഹരണം പറയുന്നത്. ഹിമവാനും ഇന്ത്യനും തമ്മിൽ എന്താ ബന്ധം? എന്തുകൊണ്ട്? അത് പരസ്പരം ഭിന്നമാണ്. അപ്പൊ ഭേദത്തെ അംഗീകരിച്ചാൽ ബന്ധപ്പെടുത്താനൊക്കത്തില്ല. രണ്ടു വസ്തുക്കളിൽ പരസ്പര ബന്ധം വരത്തില്ല. നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ബന്ധം വരത്തില്ല. പറയുന്ന എന്തിനു വേണ്ടി? ആത്മാവ് വേറെ, ജ്ഞാനം വേറെ എന്ന് പറയുന്നു. ആത്മാവ് വേറെ, ജ്ഞാനം വേറെയാണെങ്കിൽ ആത്മാവും ജ്ഞാനവുമായി ഒരു ബന്ധവും വരത്തില്ല. ഭിന്നമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് ചേരുന്നില്ല എന്നർത്ഥവും വരും. ഭിന്നം എങ്ങനെ പരസ്പരം ചേരും? ചേരത്തില്ല എന്നർത്ഥം. അയുധസിദ്ധാനാം സമവാലക്ഷണ സംബന്ധന വിരുദ്ധത ഇത് ചെയ്തു. ദ്രവ്യവും ഗുണങ്ങളും, ആത്മാവും ജ്ഞാനം, ഇച്ഛ തുടങ്ങിയ കാര്യങ്ങൾ, പൃഥിവി അതിലെ ഗന്ധം, ആകാശത്തിലെ ശബ്ദം, കാരണം ദ്രവ്യവും ഗുണവും എന്ന് പറയുന്നു. ഇവ തമ്മിൽ എങ്ങനെയിരിക്കുന്നു? അതിനെ നൈയായികന്മാർ പറയുന്നത് അയുധസിദ്ധങ്ങളെന്നാണ്. എന്നുവെച്ചാൽ നശിക്കുന്നതുവരെ വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ചേർന്നിരിക്കുന്നു. അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാലിപ്പോൾ മുമ്പിലിരിക്കുന്ന ഈ വസ്തു, ഇതിന്റെ നിറം, ഇത് നശിക്കുന്നതുവരെ ഈ നിറത്തിന് ഇതിൽ നിന്ന് വേർപിരിക്കാനൊക്കത്തില്ല. നിറത്തിന് അവർ പറയുന്ന രൂപമെന്നാണ്. വസ്ത്രം, അതിന്റെ നിറം, അത് നശിക്കുന്നതുവരെ അതിൽ നിന്ന് അതിനെ വേർപെടുത്താനൊക്കത്തില്ല. നശിക്കുമ്പോൾ വേർപെടും, നശിക്കുന്നതുവരെ വേർപെടുത്താനൊക്കത്തില്ല. അതുകൊണ്ട് അയുധസിദ്ധം.
അതുപോലെ ആത്മാവിൽ ജ്ഞാനം അയുധസിദ്ധമായിരിക്കുന്നു. അയുധസിദ്ധമായിരിക്കുന്ന ആ ബന്ധത്തിനാണ് സമവായം എന്ന് പറയുന്നത്. ജ്ഞാനം നശിക്കുന്നത് ഒരു ആത്മാവിൽ നിന്ന് വേർപിരിയത്തില്ല, നശിക്കുമ്പോൾ പോകും. അയുധസിദ്ധാന സമവായലക്ഷണ സംബന്ധോ നവിരുദ്ധ്യത ഇച്ഛാദിഭ്യോ അനിത്യേഭ്യ ആത്മനോ നിത്യസ്യ പൂർവ്വസിദ്ധത്വ ആയുധസിദ്ധത്വ പറയുന്നു. അങ്ങനെ ഒരു ബന്ധമില്ല. ആത്മാവിനെ നിത്യമായും ജ്ഞാന ഇച്ഛ എല്ലാം അനിത്യമായി സ്വീകരിക്കുമ്പോൾ ജ്ഞാന ഇച്ഛ മറ്റും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആത്മാവുണ്ട്. ആത്മാവുമായി വേർപിരിയാത്തൊരു ബന്ധം ജ്ഞാനത്തിനും ഇച്ഛയ്ക്കൊന്നും ഉണ്ടാകത്തില്ല. അല്ല, നിങ്ങളുടെ കേവലം കൽപ്പനകളാണ്. അതുകൊണ്ട് അയുധസിദ്ധമായ ഒരു ബന്ധം ഇവയ്ക്കൊന്നും ഇല്ല. അതുകൊണ്ട് ഇതിനെ താതാത്മ്യമായി തന്നെ സ്വീകരിക്കും. ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതാണ് അദ്വൈത സിദ്ധാന്തം. സർവവും ആത്മതാതാത്മ്യത്തിലിരിക്കുന്നു. അങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അനിർവചനീയതയിൽ എത്തിച്ചേരും. നിർണയിക്കാനൊക്കെ ഈ ബന്ധങ്ങളെ, പരസ്പര ബന്ധങ്ങളൊന്നും ഏത് തരത്തിലാണ് എന്ന് യുക്തിയുക്തമായി സ്വയം ബോധിക്കാനോ ഒരാളെ ബോധ്യപ്പെടുത്താനോ സാധ്യമല്ല. അതുകൊണ്ട് സർവവുമായി ആത്മതാതാത്മ്യത്തെ സ്വീകരിക്കും. സർവവും ആത്മാവിൽ താതാത്മ്യത്തിൽ വർത്തിക്കുന്നു. അതല്ലാതെ ഇവിടെ രണ്ടില്ല. ആത്മാവൊന്ന് ജ്ഞാനമൊന്ന്, ആത്മാവൊന്ന് ഇച്ഛ, അങ്ങനെയൊന്നും വേർതിരിക്കാൻ സാധ്യമല്ല എന്നാണ്. ആത്മന അയുധസിദ്ധത്വേച്ച ഇച്ഛാദീന ആത്മഗത മഹത്വ നിത്യത്വ പ്രസംഗം. ഇതിന് പറയുന്നു ആത്മാവ് വേറെ, ജ്ഞാനം വേറെ. ആത്മാവിനോട് ജ്ഞാനം വേറെ വിരിയാൻ വയ്യാത്ത രീതി ചേർന്നിരിക്കുന്നു. ആത്മാവ് നിത്യമാണ്, അതേസമയം ജ്ഞാനം അനിത്യമാണ്. ഈ പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യമാണെന്നാണ്. ആത്മാവിൽ നിന്നും വേറെ വിരിക്കാൻ വയ്യാത്ത ഒന്നാണ് ജ്ഞാനമെന്ന് കരുതിയാൽ ആത്മാവിൽ നിത്യമാകുന്നതുപോലെ അതും നിത്യമാകും. ആത്മാവിനെ നിത്യമായും ജ്ഞാനത്തെ അനിത്യമായും കരുതുക, ഇതിനൊന്നും യുക്തിയില്ല എന്നാണ്. സചാനിഷ്ഠ, അവരുടെ തത്വചിന്ത അനുസരിച്ച് ജ്ഞാനവും ഇച്ഛയും ഒക്കെ നിത്യമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് അനിഷ്ടമാണ്. ആത്മനോ അന്തർമോക്ഷ പ്രസംഗ, എന്താണ് പറയുന്നത്? ഏകവിംശതി ദുഃഖധ്വംസം. ഈ ജ്ഞാനം, ഇച്ഛ, കൃതി തുടങ്ങിയ കാര്യങ്ങളാണ് ദുഃഖം എന്നവർ പറയുന്നു. ഈ ദുഃഖങ്ങളെല്ലാം നശിക്കണം. തത്വജ്ഞാനം കൊണ്ട് ഇതെല്ലാം നശിക്കുന്നതാണ് മോക്ഷമെന്ന് അവർ പറയുന്നു. ആത്മാവിൽ ഇച്ഛ തുടങ്ങിയ കാര്യങ്ങൾ ആത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം നശിക്കും. പക്ഷെ അതെല്ലാം ആത്മാവിനെ പോലെ നിത്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതൊന്നും നശിക്കത്തില്ല. അവരുടെ സിദ്ധാന്തമനുസരിച്ച് മോക്ഷം ഉണ്ടാകത്തില്ല. മോക്ഷത്തിനു വേണ്ടിയാണ് ഈ തത്വചിന്ത. അതുകൊണ്ട് നിങ്ങളുടെ തത്വചിന്ത അനുസരിച്ച് മോക്ഷം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ സർവത്തെയും താതാത്മ്യമായി സ്വീകരിക്കുക. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്ന് സ്വീകരിക്കുക, എന്നാലേ മോക്ഷമാണ്. ആത്മാവിൽ നിന്നും അന്യമായി എന്തിനെങ്കിലും അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിന് ഒരിക്കലും അതിൽ നിന്നും മോചിക്കാൻ കഴിയത്തില്ല. ദ്വൈതത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മോക്ഷമില്ല. ഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മോക്ഷം സാധ്യമാകത്തില്ല എന്നാണ്. സമവായസജ ദ്രവ്യാത് അന്യത്യസതി ദ്രവ്യേണ സംബന്ധാന്തരം വാച്യം യഥാ ദ്രവ്യ ഗുണയോഹോ. ആത്മാവിൽ ജ്ഞാനമിരിക്കുന്നു എന്ന് പറയുന്നു. ആത്മാവ് ജ്ഞാനമെന്നല്ല എന്ന് പറഞ്ഞാൽ അവിടെ തർക്കമില്ല. ആത്മാവിൽ ജ്ഞാനമിരിക്കുന്നു. ആത്മാവും ജ്ഞാനവുമായിട്ട് എന്താ ബന്ധം? ഒരിക്കലും വേർപിരിയാൻ വയ്യാത്ത ഒരു ബന്ധം. ഇരിക്കുന്നിടത്തോളം കാലം വേർപിരിക്കാൻ വയ്യാത്ത ബന്ധം. അതിനാണ് സമവായം എന്ന് പറയുന്നത്. ആ ബന്ധം സമവായം എങ്ങനെയിരിക്കും? അത് ആത്മാവിൽ നിന്ന് വേറെയാണോ? വേറെയാണെങ്കിൽ അതെങ്ങനെ ആത്മാവിലിരിക്കും? ഈ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അനവസ്ഥാദോഷം വരും. അതുകൊണ്ട് ആത്മാവിൽ ജ്ഞാനത്തെ സ്വീകരിക്കുക, ആത്മാവും ജ്ഞാനവുമായ ഒരു ബന്ധത്തെ സ്വീകരിക്കുക,
ഇതൊക്കെ അസംബന്ധമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ് ആത്മാവിലാണ് ജ്ഞാനം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ വരുന്ന നൂലാമാലകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷമാണ്. അതൊന്നും സമർത്ഥിക്കാനൊക്കത്തില്ല. സമവായസിച്ച ദ്രവ്യാത് അന്യത്വ സതി ദ്രവ്യേണ സംബന്ധാന്തരം വാച്യം യഥാ ദ്രവ്യഗുണയോഹോ സമവായോ നിത്യസംബന്ധേവേ ദിനവാച്യം വിരിച്ച്. അതിന് അവരെന്താണ് പറയുന്നത്? ആത്മാവ് ജ്ഞാനമിരിക്കുന്നു, ജ്ഞാനം അനിത്യമാണ്. പക്ഷെ ആത്മാവും ജ്ഞാനവും തമ്മിലുള്ള ആ ബന്ധം നിത്യമാണ്. നിത്യസംബന്ധ സമവായ എന്നെല്ലാം പറയും. അത് തർക്കശാസ്ത്രം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോയാൽ ഒരിടത്തും എത്തത്തില്ല. അതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യമില്ല. തഥാച സമവായ സംബന്ധവത നിത്യസംബന്ധ പ്രസംഗ പൃഥക്ത്വ അനുപത്തി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനവും ആത്മാവും തമ്മിൽ ഒരു നിത്യസംബന്ധത്തിലിരിക്കുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഭേദം നഷ്ടപ്പെട്ടു. അദ്വൈതത്തിൽ തന്നെ വരും. സർവ്വ ആത്മാവ് തന്നെ എന്നുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും എന്നാണ്. അത്യന്ത പൃഥക്വേജ ദ്രവ്യാദീനാം സ്പർശദ്രവ്യോരിത ഷഷ്ടിയർത്ഥ അനുപത്തി. ഇവ തമ്മിൽ അഭേദമാണ് സ്വീകരിക്കുന്നതെങ്കിൽ സംബന്ധം വരത്തില്ല, ഭേദം നിലനിൽക്കത്തുമില്ല. അതാണ് പറയുന്നതിന്റെ ഉദാഹരണം. അനുദാനം പറയുന്നത് സ്പർശദ്രവ്യോ എന്ന് പറയുന്നതാണ്. ഹിമവാനും ഇന്ത്യനും പോലെ രണ്ടും പരസ്പര വിരുദ്ധമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ സംബന്ധം വരത്തില്ല. സംബന്ധം വന്നു കഴിഞ്ഞാലോ രണ്ടും ഒന്നായിരിക്കും. രണ്ടും ഒന്നാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ജ്ഞാനവും ആത്മാവും ഒന്നാണെന്ന് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അത് വേറെയാണെന്ന് സമർത്ഥിക്കാനൊട്ട് കഴിയത്തുമില്ല എന്നാണ്. അതുകൊണ്ട് ഇച്ഛാദി ഉപജന അപായവത് ഗുണവത്വേച്ച ആത്മനോ അനിത്യത്വ പ്രസംഗം. ഇനി ആത്മാവിൽ നശിക്കുന്ന ഗുണങ്ങളുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആത്മാവ് വികാരപ്പെട്ട് ആത്മാവും നശിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ നശിക്കുന്ന വസ്തുക്കൾക്കുള്ള ഒരിടം ആത്മാവിൽ കൽപ്പിക്കേണ്ടി വരും. ആ ഇടം കൊണ്ട് ആത്മാവും നശിക്കും. ഒരു വസ്തുവിൽ അംശം ഉണ്ടെങ്കിൽ ആ അംശം കൊണ്ട് അത് നശിക്കണം. അത് വളരുകയോ നശിക്കുകയോ ചെയ്യണം. അംശമുള്ളതെല്ലാം വളരുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മാവ് നിരംശകമാണ് എന്ന് സ്വീകരിച്ചാലേ അത് നശിക്കാത്തതാണ്, ജനിക്കാത്തതാണെന്ന് പറയാൻ പറ്റും. പ്രാപ്തി, അനിത്യത്വ പ്രാപ്തി, അനിത്യത്വം പ്രാപ്തമാകും. ദേഹഫലാധിപ സാവയവത്വം വിക്രിയാവത്വം ച ദേഹാധിപ ദേവേതി ദോഷവും അപരിഹാര്യവും. ഇങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ശരീരം, മറ്റു വസ്തുക്കൾ, അതിനാണ് ഫലങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യമായ വസ്തുക്കൾ, ഇതുപോലെ ആത്മാവിനും അവയവങ്ങളുണ്ട്, ആത്മാവിൽ ക്രിയയുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവും ദേഹം പോലെ തന്നെ അതും നശിക്കുന്നതും ജനിക്കുന്നതുമാകും. അങ്ങനെ ഒരു ആത്മാവിനെ അംഗീകരിക്കുന്നതുകൊണ്ടോ അങ്ങനെ ഒരു ആത്മാവിന് മോക്ഷം ഉണ്ടാകുന്നു എന്ന് കരുതുന്നതുകൊണ്ടോ ഒന്നും വിശേഷതയൊന്നുമില്ല. അത് നിങ്ങളുടെ ചിന്ത തെറ്റായ ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് ഇത്തരം സങ്കല്പങ്ങളൊന്നും അത് ശരിയല്ല. നിങ്ങൾ ആത്മാവിനെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു പറയും, പക്ഷേ ആത്മാവ് എന്താണെന്ന് നിങ്ങൾ ആത്മാവിനെത്തിയിട്ടില്ല. ആത്മാവിനെ ശ്രുതി വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നതാണ് ആത്മാവ്. ആ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാതെയുള്ള ചിന്തകളാണ് ഇവിടെ. അതുകൊണ്ടത് ശരിയല്ല എന്ന് പറയുന്നു. യഥാതു ആകാശസ്യ അവിദ്യ അധ്യാരോപിത രജോ ധൂമം മലത്വാദി ദോഷവത്വം തഥാത്മനോ അവിദ്യ അധ്യാരോപിത ബുദ്ധ്യാദി ഉപാധി കൃത സുഖദുഃഖാദി ദോഷവത്വേ ബന്ധമോക്ഷാദയോ വ്യാവഹാരിക എന്ന വിരുദ്ധ്യത്തെ. എന്നിട്ടിവിടെ സിദ്ധാന്തം പറയുകയാണ്. കാരണം ഈ തത്വത്തെ ആരോട് പറയുന്നു?
ആചാര്യസ്വാമികൾ പലയിടത്തും പറയും, ഞാനീ പറയുന്ന തത്വത്തെ മൂർഖന്മാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അതവർ ഗ്രഹിക്കത്തില്ല. ഇത് വിദ്വാൻമാരോട് പറയേണ്ട കാര്യമാണ് എന്ന് പറയും. വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ആത്മാവിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളവർ, ആത്മാവ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ. മൂർഖന്മാരെന്ന് പറയുന്നതോ അവരാത്മാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവരല്ല. ചിലപ്പോൾ അവർ ആത്മാവിനെ മനസ്സിലാക്കിയവരായിരിക്കും, ചിന്തിക്കാതെ മനസ്സിലാക്കിയവർ. എന്താണ് ഈ ശരീരം തന്നെ ആത്മാവ് എന്ന് ധരിച്ചിരിക്കുന്നവരായിരിക്കും. അവരോട് ആത്മാവിനെ കുറിച്ച് ഈ പറയുന്ന തത്വം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആത്മാവിനെ അറിയാൻ ആഗ്രഹമുള്ളവനായിരിക്കണം, ചിന്തിച്ചിട്ടുള്ളവനുമായിരിക്കണം. ചിന്തിക്കുമ്പോൾ അവർക്ക് പല ആശയങ്ങളും ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരും ആത്മാവിനെ കുറിച്ച് ഓരോ ധാരണകൾ വച്ച് പുലർത്തുന്നത് പോലെ പണ്ഡിതന്മാർക്കുണ്ട്. ആ ധാരണകളാണ് ഇവിടെ ന്യായ, വൈശേഷിക, സാഖ്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഉള്ളവരോട് ഇത് പറയുമ്പോൾ നിലവിലിരിക്കുന്ന അവരുടെ ആ ധാരണകളിൽ വരുന്ന യുക്തി ഭംഗത്തെ, അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളെല്ലാം എന്നാണ് ഇവിടെ പറയുന്നത്. അത് പ്രധാനമായി വരുന്ന ഒരു യുക്തിഭംഗം എന്താണ്? ആത്മാവിനെ ഏകമായും വ്യാപകമായും നിർഗുണമായും സ്വീകരിക്കുന്നു. ആത്മഭിന്നമായി കാണുന്ന സർവവും ആത്മതാതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെന്ന് അവർ സ്വീകരിക്കുന്നു. ഇവിടെ ഭേദത്തെ അവർ സ്വീകരിക്കുന്നു. ആത്മാവിൽ നിന്ന് അന്യമായി എന്തൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. അത് ശരിയല്ല. സുഖദുഃഖാദികളൊക്കെയോ അതെല്ലാം ആത്മാവിനോട് താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ആത്മാവ് ഏകമാണ്, സർവവ്യാപകമാണ് എന്ന് സിദ്ധാന്തത്തിൽ എത്തിച്ചേരുന്നു. ഏകമാണെങ്കിൽ പിന്നെ എങ്ങനെ ബന്ധമോക്ഷ വ്യവസ്ഥ? ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. ഒന്നുകിൽ അത് ബന്ധനത്തിലായിരിക്കണം, അല്ലെങ്കിൽ മോക്ഷത്തിലായിരിക്കണം. ഒരാൾക്ക് ബന്ധനം, വേറൊരാൾക്ക് മോക്ഷം, അങ്ങനെ രണ്ടുപേരും ഇവിടെ ഇല്ല, രണ്ട് ആത്മാക്കളുമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആകാശം ഒന്നാണെങ്കിലും ചില ഭാഗത്ത് മേഘങ്ങളുണ്ട്, ചില ഭാഗത്ത് മേഘങ്ങളില്ല. മേഘമില്ലാത്ത ആകാശം, തെളിഞ്ഞ ആകാശം, മുക്തമായ ആകാശം, മേഘവിനിർമുക്തമായ ആകാശം. മേഘത്തോടു കൂടിയിരിക്കുന്ന ഭാഗം എന്താണ്? അത് മറഞ്ഞിരിക്കുന്നു, മലിനമായിരിക്കുന്നു. ആകാശസ്യ അവിദ്യ അധ്യാരോപിത രജോ ധൂമ മലത്വാദി ദോഷവത്വം. വാസ്തവത്തിൽ മേഘമുണ്ടായിരുന്നാലും മേഘമില്ലെങ്കിലും ആകാശത്തിന്റെ രൂപത്തിനൊരു മാറ്റമില്ല. മേഘത്തിന് ആകാശത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മേഘത്തെയും ആകാശത്തെയും വേറെ വേറെ അനുഭവിക്കുന്നവനാണ് പറയുന്നത്. എന്താണ്? ആകാശത്തിൽ മാലിന്യമുണ്ട്, ആകാശത്തിൽ മേഘമുണ്ട്, അതുകൊണ്ട് ആകാശത്തിന്റെ ശോഭ നഷ്ടപ്പെട്ടു എന്നെല്ലാം പറയുന്നു. അത് ആകാശം, മേഘം എന്നുള്ള ഭേദബുദ്ധിയുള്ളവനാണ്. ആകാശസമമായിരിക്കുന്ന ഈ ആത്മാവിന് ഈ ഭേദബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യുന്നു? വ്യാവഹാരികമായി അടുത്ത് പറയും. അവന്റെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എല്ലാം ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നു, ഇതാ ഇയാൾ ബന്ധനാണ്, ഇയാൾ മുക്തനാണ് എന്ന് കൽപ്പിക്കുന്നു. ഇത് രണ്ടും കൽപ്പനയാണെന്ന്. പക്ഷെ വ്യാവഹാരികമായ ഒരനുഭവമാണ്, പാരമാർത്ഥികമായ കൽപ്പനയും. പാരമാർത്ഥിക തലത്തിൽ ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇതിനെ കൽപ്പനയെന്ന് പറയുന്നു. പരമാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് ആത്മാവ് ബന്ധമുക്ത അവസ്ഥകളിൽ നിന്നെല്ലാം സദാ ഉപരിയാണ്. ഇനി ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? അവിദ്യ അധ്യാരോപിതം. ആകാശത്തിൽ മാലിന്യമുണ്ടെന്ന് പറയുന്നത് പോലും അറിവില്ലായ്മ കൊണ്ട് ആരോപിക്കുന്നതാണ്. എന്തുകൊണ്ട്? ആകാശത്തിൽ ഒരു മാലിന്യത്തിനും നിൽക്കാനൊക്കത്തില്ല. ആകാശം സദാ ശുദ്ധമായിരിക്കുന്ന ഒന്നാണ്. അവകാശം മുകളിൽ കാണുന്ന ആകാശമല്ല, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആകാശം. അതിൽ ഒന്നിനും നിലനിൽക്കാൻ ഇടമില്ല. അത് ഒരിക്കലും മലിനമാകത്തില്ല. പക്ഷേ നമ്മളവിടെ മലിനത കാണുന്ന എന്താണ്?
അവിടെയുള്ള വസ്തുക്കളുടെ മാലിന്യത്തെയാണ് നമ്മൾ കാണുന്നത്. മേഘത്തിന്റെ കറുപ്പിനെയാണ് നമ്മൾ ആകാശത്തിലുണ്ടെന്ന് കരുതുന്നത്. അല്ലെങ്കിൽ പ്രകാശത്തിന്റെ നീലിമയാണ് നമ്മൾ ആകാശത്തിൽ ആരോപിക്കുന്നത്. അല്ലെങ്കിൽ വായുവിലുള്ള ധൂമത്തെയാണ് നമ്മൾ ആകാശത്തിൽ ആരോപിക്കുന്നത്. വായുവിലുള്ള രജസ് പൊടിയാണ് ആകാശത്തിൽ ആരോപിക്കുന്നത്. ഇതൊന്നും ആകാശത്തിലുള്ളതല്ല, ഇതെല്ലാം ആകാശത്തിന്റെ ആണെന്ന് പറയുന്നു. ഒന്നിന്റെ മറ്റൊന്നിൽ ആരോപിക്കുന്നതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. പുക എന്ന് പറയുന്ന ആകാശത്തിന്റെ അല്ല. ആ പുക എന്ന് പറയുന്ന വായുവിലാണ് വ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളത് ആകാശത്തിൻ്റെതാണെന്ന് പറയും. അത് ആകാശധർമ്മമല്ല. എന്തുകൊണ്ടങ്ങനെ തോന്നുന്നു? അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അതാണ് അവിദ്യ അധ്യാരോപിത രജോധൂമ മലത്വം അതിദോഷവത്വം. അതിന് ആകാശത്തിൽ കത്തിച്ച് ആകാശത്തിൽ ദോഷമുണ്ടെന്ന് പറയുന്നു. ആകാശം അഴുക്ക് പിടിച്ചാണെന്ന് പറയുന്നു. ആകാശം എന്ന് പറയുന്നത് എന്താണ്? കേവലം ഇതിനെല്ലാത്തിനും ഇടം കൊടുക്കുന്ന ഒന്നാണ്. അതിൽ അല്ല ഈ ദോഷങ്ങളെല്ലാം വരുന്നത്. ആ ഇടത്തിൽ നിലനിൽക്കുന്ന വസ്തുക്കളിലാണ്, ആകാശത്തിലല്ല. തഥാ ആത്മനോ അവിദ്യ അധ്യാരോപിത ബുദ്ധ്യാദി ഉപാധികൃത സുഖദുഃഖാദി ദോഷവത്വേ. അതുകൊണ്ട് തന്നെ ആത്മാവിനും സുഖദുഃഖാദി ദോഷങ്ങളില്ല. സുഖദുഃഖാദികളെല്ലാം എവിടെയാണ്? ബുദ്ധിയിലും മറ്റുമാണ്. അന്ധകരണത്തിലാണ്, മനസ്സിലാണ് സുഖദുഃഖങ്ങളെല്ലാം. അതുകൊണ്ട് അതിനെ തന്നിലേക്ക് ആരോപിക്കുന്നു. ആത്മാവെന്ന് പറയുമ്പോൾ തന്നിലേക്ക് ആരോപിച്ചിട്ട് ബന്ധമോക്ഷാദിയോ വ്യാവഹാരിക. ബന്ധമോക്ഷാദികൾ വ്യാവഹാരികമായി അനുഭവപ്പെടുന്നു, പരമാർത്ഥത്തിലല്ല. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ ബന്ധം അനുഭവപ്പെടുന്നു, നമ്മുടെ അനുഭവത്തിൽ തന്നെ മോക്ഷം അനുഭവപ്പെടുന്നു. എന്നിട്ട് പറയുന്നു ഇന്നയാൾ മുക്തനാണ്, ഇന്നയാൾ ബദ്ധനാണെന്ന് കൽപ്പിക്കുന്നു. ഇതൊക്കെ വ്യാവഹാരികമാണെന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞല്ലോ ഇത്യേഷ പരമാർത്ഥത. പരമാർത്ഥത്തെയാണ് നമ്മൾ ബോധിക്കേണ്ടത്. വ്യാവഹാരികതയെ ബോധിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രം അത് ബോധിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രം ബന്ധത്തെയോ മോക്ഷത്തെയോ അല്ല ബോധിപ്പിക്കുന്നത്. ശാസ്ത്രത്തിന് അതിന്റെ താല്പര്യമില്ല. കാരണം എന്തുകൊണ്ട്? ബന്ധമോക്ഷങ്ങൾ വ്യാവഹാരികമായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രം എങ്ങനെ? അത് ബന്ധമോക്ഷങ്ങൾക്ക് ഉപരിയാണ് എന്നാണ് ബോധിപ്പിക്കുന്നത്. അതാണ് ഇവിടെ പാരമാർത്ഥികമെന്നും വ്യാവഹാരികമെന്നും പറയുന്ന ഒരു ഭേദത്തെ പറയുന്നു. വ്യാവഹാരികമെന്ന് പറയുന്നത് സർവരുടെയും അനുഭവത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ. പാരമാർത്ഥികമെന്ന് പറയുന്നത് സത്യം, ഈ ലൗകികമായ അനുഭവത്തിന് അതീതമായുള്ള കാര്യം. അതിനാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഖദുഃഖാദികളൊന്നും ആത്മാവിലല്ല. സുഖദുഃഖാദികളെല്ലാം മനസ്സിലാണ്. ആത്മാവ് ഏകമാണ്, അദ്വൈതമാണ്. വ്യാവഹാരികമായി ഒരുവന് ബന്ധവും വേറൊരുവന് മോക്ഷവും ഉണ്ടാകാം, ഒരുവന് സുഖവും വേറൊരുവന് ദുഃഖവും ഉണ്ടാകാം. അതൊന്നും ആത്മാവിന്റെ ഏകത്വത്തെ ഹനിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയൊക്കെ ആയാലും ആത്മാവ് അദ്വൈതമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അദ്വൈതമായിരിക്കുന്ന ആത്മാവിൽ ഈ സുഖദുഃഖാദികളും അതിൽ കൽപ്പിച്ചിരിക്കുന്ന ബുദ്ധിയാദികളുമെല്ലാം ആരോപിതമായി നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ വ്യാവഹാരികമായ അനുഭവം. എന്നിൽ ബുദ്ധിയുണ്ട്, എന്നിൽ സുഖദുഃഖങ്ങളുണ്ട് എന്നെല്ലാമുള്ള അനുഭവം. ഇത് പരമാർത്ഥമല്ല എന്നാണ്. സർവവാദിഭീർ അവിദ്യാകൃത വ്യവഹാര അഭ്യൂഹമാ. ഇത് സർവർക്കും ഇത് സ്വീകരിച്ചേ പറ്റൂ എന്നാണ്. സർവവാദികളും അവിദ്യ കൊണ്ടുള്ള വ്യവഹാരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെ? എല്ലാവരും പറയുന്നുണ്ട് ആകാശത്തിൽ മേഘം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആകാശത്തിൽ മേഘം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിദ്യയെ കൊണ്ടുള്ള വ്യവഹാരത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്? മേഘം ആകാശത്തിലല്ല. ആകാശം എന്താണ്? സർവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതും എന്നാൽ സർവത്തിൽ നിന്നും മുക്തവുമായ ഒന്നാണ്. ആകാശത്തിലാണ് സർവപ്രപഞ്ചവും നിലനിൽക്കുന്നതായിട്ട് നമ്മുടെ അനുഭവം. അതേസമയം തന്നെ ആകാശം ഇതിൽ നിന്നെല്ലാം മുക്തമാണ്.
ഇതൊന്നും ആകാശത്തിനെ സ്പർശിക്കുന്നു. അതുകൊണ്ട് ആകാശത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ഇതെല്ലാം ആകാശത്തിൻ്റെതാണെന്ന് കരുതുന്നത് പരമാർത്ഥമല്ല. കാരണം ആകാശത്തിന് ഇതിൽ നിന്നെല്ലാം മുക്തമായി നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ മാലിന്യങ്ങൾ ആകാശത്തിൻ്റെതല്ല, അത് ആകാശത്തിൻ്റെതാണെന്ന് കരുതിപ്പോകുന്നു. അതുകൊണ്ട് പറയുന്നു ആകാശത്തിൽ പൊടിയുണ്ട് എന്നെല്ലാം പറയുന്നു. ആ ഭാഗം ചിന്തിച്ചാൽ എങ്ങനെയാണോ ഇതെല്ലാം ആകാശത്തിൽ നിൽക്കേ തന്നെ ആകാശത്തിന് ഇതിനോട് ബന്ധമില്ലാതിരിക്കുന്നത്, ആകാശത്തിൽ നിന്നും മുക്തമായിരിക്കുന്നത്, എന്നാലും ഇതൊക്കെ ആകാശത്തിന്റെ അകത്താണെന്ന് കരുതിപ്പോകുന്നു. ഇതിനാണ് വിദ്യ എന്ന് പറയുന്നത്. പരമാർത്ഥം എങ്ങനെയാണോ അങ്ങനെ ബോധിക്കാൻ കഴിയാതിരിക്കും. ഇത് സർവർക്കും അംഗീകരിക്കേണ്ടി വരും. ഈ അവിദ്യയെ അംഗീകരിച്ചേ തീരൂ എന്നാണ്. സ്വീകരിക്കുക, അംഗീകരിക്കുക. അവനംഗീകരിച്ചിരിക്കുന്നു. അനഭ്യുഗമം എന്ന് വെച്ചാൽ അത് അംഗീകരിക്കാതിരിക്കുക. തസ്മാത് ആത്മഭേദ പരികൽപ്പന വൃഥായവ താർക്കിഹി ക്രിയതേ. അതുകൊണ്ട് ഈ താർക്കികന്മാര്, സാഖ്യന്മാര്, ഇവരെല്ലാവരും ആത്മാവ് പലതാണ്, അതിനുവേണ്ടി പല യുക്തികളും കൽപ്പിക്കുക, ഭേദം സത്യമാണെന്ന് കരുതുക, ഇതെല്ലാം വൃഥായാണ്. അദ്വൈതമാണ് പരമാർത്ഥം. പരമാർത്ഥമല്ലാതെ അതെല്ലാം നിലനിൽക്കും. ആത്മഭേദവും മറ്റും നിലനിൽക്കും. പരമാർത്ഥം അദ്വൈതം മാത്രമാണ് എന്ന് പറഞ്ഞ അദ്വൈതത്തെ ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. അപ്പം ഭേദം വ്യാവഹാരികം, ആ ഭേദം പാരമാർത്ഥികം. ഇതാണ് അദ്വൈത സിദ്ധാന്തം. വ്യാവഹാരികമായി ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പാരമാർത്ഥികമായി ഇത് ആത്മാവിൽ നിന്നും ഭിന്നമല്ല. ഇതെല്ലാം ആത്മാവ് തന്നെ എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭിന്നമാണെന്ന് കരുതിയാൽ ഇതെല്ലാം മിഥ്യ, ഭിന്നമല്ല എന്ന് കരുതിയാൽ ഇതെല്ലാം സത്യം. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. പ്രപഞ്ചം, ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം ആത്മാവിൽ നിന്ന് അന്യമാണെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ആരോപിതമാണ്, കൽപ്പിതമാണ്. അല്ല, ഇതൊന്നും ആത്മാവിൽ നിന്ന് വേറെയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ സത്യമാണ്, ഏകമാണ്, സത്യമാണ്. അതാണ് അദ്വൈതം. അതാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. യഥൈകസ്മിൻ ഘടാകാശേ രജോ ധൂമാദിഭിർയുതേ ന സർവേ സംപ്രയുജ്യന്തേ തദ്വജ്ജീവാ സുഖാദിഭിഃ. രൂപകാരി സമാഖ്യാശ്ച ഭിദ്യന്തേ തത്ര തത്ര വൈ ആകാശസ്യ ന ഭേദോസ്തി തത്വജ്ജീവേഷു നിർണയ. കഥം പുനരാത്മഭേദ നിമിത്തൈവ വ്യവഹാര ഏകസ്മിൻ ആത്മനി അവിദ്യാകൃത ഉപദ്ധ്യതേ. ആത്മാവ് അഭേദമാണ്, ഏകമാണ്, അദ്വൈതമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ജീവന്റെ ബുദ്ധി ഈ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ആ ബുദ്ധി പ്രവർത്തിക്കുന്നത്, നിലനിൽക്കുന്നത് എല്ലാം ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. അനുഭവം ഭേദത്തെ ആശ്രയിച്ച് നിലനിൽക്കുമ്പോൾ അഭേദത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവവിരുദ്ധമായൊരു കാര്യമാണ്, സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതാണ് ആത്മഭേദ നിമിത്ത ഇവ വ്യവഹാരം. ഇതെങ്ങനെ സംഭവിക്കും? ഈ വ്യവഹാരങ്ങളെല്ലാം ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്, അദ്വൈതത്തെ ആശ്രയിച്ചിട്ട് ഇവിടെ എന്താ വ്യവഹാരം? നിങ്ങൾ അദ്വൈതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലും, അദ്വൈതത്തെ ബോധിക്കുന്നതും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതും എല്ലാം ഈ ഭേദത്തിൽ നിന്നുകൊണ്ടാണ്, ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. ഭേദനിമിത്തം എന്നതുപോലെയാണ് ഈ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെയിരിക്കെ ഏകസ്മിൻ ആത്മനി അവിദ്യാകൃത. പിന്നെ ഇതെല്ലാം ആത്മാവിന്റെ അവിദ്യ കൊണ്ട്
വരുന്നു എന്നുള്ളതിന് എന്താ യുക്തി? അതെങ്ങനെ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും? എത്ര ബോധ്യപ്പെടുത്തിയിട്ട് യുക്തിക്ക് അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നു? അനുഭവത്തിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ. അങ്ങനെ വരുമ്പോൾ വീണ്ടും ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആകാശം എന്ന് പറയുന്ന തത്വത്തെ മനസ്സിലായി കഴിഞ്ഞാൽ ആകാശവും ആകാശത്തിൽ നിലനിൽക്കുന്ന മറ്റു വസ്തുക്കളും ഇവയുടെ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ശരിയാകുമെന്നാണ് പറയുന്നത്. യഥാ ഇഹ ആകാശേകസ്മിൻ ഘടകരക അപാവരകാദി ആകാശ അനാം അല്പത്വ മഹത്വാദിരൂപാണി ഭിദ്യന്തേ തഥാ കാര്യം ഉദകാഹരണ ധാരണ ശയനാദി സമാഖ്യാശ്ച ഘടാകാശ കരകാകാശ ഇത്യാദ്യാ തത്കൃതാശ്ച ഭിന്നാ ദൃശ്യന്തേ. ഇവിടെ നാമത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, കാര്യങ്ങളിൽ ഭേദം വരുന്നുണ്ട്, അതിന്റെ രൂപത്തിലും ഭേദം വരുന്നുണ്ട്. ഭേദമാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണം പറയുന്നു, ആകാശം, ആകാശത്തിൽ നിന്ന് പലതരത്തിൽ വരുന്നു. ഘടാകാശം, പാത്രത്തിന്റെ അകത്ത് ആകാശം, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. കരകാകാശം, ഘടകം എന്ന് പറയുമ്പോൾ കരകം കുറച്ചുകൂടി വേറു പാത്രം. സാധാരണ കമണ്ടലു എന്ന് പറയുന്നതിനാണ് സംസ്കൃതത്തിൽ കരകം എന്ന് പറയുന്നത്. വേറു പാത്രം, അതിനനുസരിച്ച് ആകാശം. അപവരകം എന്ന് പറയുന്നത് മുറി, വീട്ടിന്റെ അകം, വീടിന്റെ ഉള്ളിൽ. അപവരകം എന്ന് വെച്ചാൽ മുറി എന്നർത്ഥം, മുറവും എന്ന് പറയുന്നു. അതാണ് അപവരകം. ഇതെല്ലാം പ്രത്യേകമാണ് ആകാശം നമുക്ക് അനുഭവപ്പെടുന്നത്. ചെറിയ ആകാശം, വലിയ ആകാശം എന്ന് നമുക്ക് പേരിട്ടും വിളിക്കാം. അവിടെ ഓരോന്നിന്റെയും പ്രവൃത്തിയും വേറെയാണ്, ഓരോന്നും കൊണ്ട് സംഭവിക്കുന്നു കാര്യങ്ങളും വേറെയാണ്. മുറി നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്നു, കലം കൊണ്ടൊരു പ്രവൃത്തി ചെയ്യുന്നു, കമണ്ടൽ കൊണ്ട് വേറെ പ്രവൃത്തി ചെയ്യുന്നു. അതിന്റെയൊക്കെ പേരും വ്യത്യാസം. അപ്പം നാമം വേറെ, പ്രവൃത്തി വേറെ, അതിന്റെ പ്രയോജനം വേറെ, അതിന്റെ രൂപം വേറെ. ഈ തരത്തിൽ ഒരേ ആകാശത്തിൽ തന്നെ പല ഭേദങ്ങൾ വരുന്നു. അങ്ങനെ ഭേദം വരുന്നെങ്കിലും നമുക്കറിയാം അതൊരാകാശം തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരേ ആത്മാവിൽ തന്നെ, ആത്മാവെന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ ചിത്തിൽ തന്നെ, ഒരേ ചിതാകാശം എന്നതിനെ പറയുന്നു. സർവവ്യാപകമായിരിക്കുന്ന ഒരേ ചിതാകാശത്തിൽ തന്നെ ആത്മാവിനെ ഉദാഹരണത്തിൽ നിന്ന് ആകാശത്തോട് ഉപയോഗിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആകാശത്തെ ഭൂതാകാശമെന്നും ആത്മാവിനെ ചിതാകാശമെന്നും പറയും. ആകാശ സർവത്തെയും ഇതിനെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആകാശത്തിൽ പല പേരുകൾ വരുന്നു, പല പ്രവൃത്തികൾ നടക്കുന്നു. അതുപോലെ ഈ ചിതാകാശത്തിനും പലതും സംഭവിക്കുന്നു. പല ശരീരങ്ങൾ വരുന്നു, മനുഷ്യ, മൃഗ, പക്ഷി തുടങ്ങി പലതരത്തിലുള്ള ശരീരങ്ങൾ വരുന്നു. അതിനെ ആശ്രയിച്ച് പല പേരുകൾ വരുന്നു, പലതരത്തിലുള്ള പ്രവൃത്തികളും വരുന്നു. ഇതെല്ലാം ഈ ചിതാകാശത്തിലുള്ള ഭാവങ്ങളാണ്. ബാഹ്യമായി കാണുന്ന ഭൂതാകാശത്തിൽ ഇങ്ങനെയെല്ലാം വരാമെങ്കിൽ, ആ ഭൂതാകാശത്തിലാണല്ലോ ഇതെല്ലാം നിൽക്കുന്നത്. നമ്മൾ ബാഹ്യമായി കാണുന്ന സർവ്വതും ഈ ഭൂതാകാശത്തിലുള്ള ഭേദങ്ങളാണ്. ഇവിടെ പാത്രമൊന്നും മുറിയുന്നും ഒക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കാണുന്ന സർവവും ആകാശഭാഗത്തിൽ നിൽക്കുകയാണ്. വൃക്ഷങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പക്ഷികളും മൃഗങ്ങളും വസ്തുക്കളും എല്ലാം ബാഹ്യമായി ആകാശഭാഗത്തിൽ നിൽക്കുന്നു. ബാഹ്യമായി നിൽക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോൾ നിൽക്കുന്നു. അതുപോലെ തന്റെ ബോധാകാശത്തിൽ ഈ ശരീരവും ബാഹ്യമായ വസ്തുക്കളും അതുപോലെ തന്നെ നിൽക്കുന്നു. ആ ഭൂതാകാശത്തിൽ ഈ ഭേദങ്ങൾ
എങ്ങനെ വരുന്നു, എങ്ങനെ നിലനിൽക്കുന്നു, അതിനെങ്ങനെ വ്യവഹരിക്കുന്നു എന്ന് ബോധ്യപ്പെടാമെങ്കിൽ അതുപോലെ ഈ ബോധാകാശത്തിൽ, അതിനാണ് ആത്മാവെന്ന് പറയുന്നത്, അവിടെ ഈ വസ്തുക്കൾ നിലനിൽക്കുന്നതും അതുപോലെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്വൈതമല്ലാതെ മറ്റെന്താണ് യുക്തിക്ക് നിരക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആകാശം ഏകമാണെന്നുള്ളതിൽ തർക്കമില്ല. ഏകമായിരിക്കെ ഇവിടെ അനേക വ്യവഹാരം നടക്കും, അനേകം വസ്തുക്കൾ അത് നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോധാകാശം ആത്മാവ് ഏകമായിരിക്കെ അതിലും നാനാത്വം നിലനിൽക്കാം, അനേകം നിലനിൽക്കാം. അതൊന്നും അതിൽ നിന്ന് വേറെയല്ല, അതെല്ലാം അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശാന്തി ശാന്തി ശാന്തി.